ഹലോ ഗൈസ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമ്പ്യൂട്ടർ നമ്മൾ റിക്കവർ ചെയ്ത് നമ്മൾ ആക്രിക്കടയിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന കമ്പ്യൂട്ടർ അഴിച്ച് അത് വർക്ക് ചെയ്യുന്ന പോലെ ആക്കി അതിനകത്ത് ഫയൽസൊക്കെ നോക്കുകയാണ് ചെയ്തത്. എന്തായാലും കമ്പ്യൂട്ടർ പൊളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് അതിൽ നിന്ന് കുറേ അധികം സാധനങ്ങൾ കിട്ടി. കണ്ട, അപ്പോൾ ഒരു ഫ്ലോപ്പി ഡിസ്കിൻ്റെ പ്ലെയർ ഉണ്ട്, ഒരു DVD പ്ലെയർ ഉണ്ട്, ഒരു VCD പ്ലെയറും ഉണ്ട്, CD പ്ലെയർ. അപ്പോൾ നമ്മളെന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതെല്ലാം ഒന്ന് അഴിച്ച് ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് ഉപയോഗമുള്ള സാധനങ്ങൾ എടുക്കാൻ പറ്റും എന്നാണ് നമ്മൾ ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫ്ലോപ്പി ഡിസ്ക് പ്ലെയറൊക്കെ എന്താണെന്ന് നോക്കണം. നമുക്ക് സാധാരണ കമ്പ്യൂട്ടറിൽ ഇപ്പോൾ ഇത് യൂസ് ചെയ്യാനും പറ്റത്തില്ല, കാരണം ഇതിൻ്റെ പിന്നെന്ന് പറയുന്നത് ID ടൈപ്പ് പിന്നാണ്. സാധാരണ ഇപ്പോൾ ഇറങ്ങുന്നതിനെല്ലാം സാറ്റയാണ് പിന്ന്. അപ്പോൾ സാറ്റ വെച്ചാൽ സാറ്റ ചെയ്ത് കണക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല, ID ആണ് മറ്റേ വലിയ കേബിളൊക്കെ വെച്ച് കണക്ട് ചെയ്യണം. ഇപ്പോൾ ഇറങ്ങുന്ന മദർ ബോർഡിനൊന്നും ഈ IDയുടെ കണക്ടറും ഇല്ല. അപ്പോൾ എന്തായാലും ഇത് വെച്ചോണ്ട് ഈ ജാമ്പോൻ്റെ കാലത്തെ സാധനം വെച്ചോണ്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതെല്ലാം അഴിക്കാം. മേ ബി ഇതിൻ്റെ കേസൊക്കെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാൻ യൂസ് ചെയ്യാൻ തോന്നുന്നല്ലേ. അപ്പോൾ നമുക്ക് ചെറിയൊരു സ്ക്രൂ ഡ്രൈവറും സെറ്റും സാധനങ്ങളും എടുത്ത് തുടങ്ങാം. അപ്പോൾ ഇതിൽ വേറെ എക്സ്ട്രാ ഇവിടെ കുറച്ച് സ്ക്രൂ ഉണ്ട്. ഇത് BLDC മോട്ടറാണ്, കണ്ട ഇങ്ങനെ കറങ്ങും. ഓക്കെ, അപ്പോൾ ഇത് കറങ്ങണമെങ്കിലായിട്ട് ഈ ഒരു ചിപ്പാണ് യൂസ് ചെയ്യുന്നത്. ഈ ചിപ്പിൻ്റെ ബേസിലാണ് ഇത് കറങ്ങുന്നത്. ഈ ചിപ്പ് ഇവിടെ ഫോക്കസ് ചെയ്ത് ക്യാമറ ഇല്ലേ, ഇവിടെ ഈ ചിപ്പിൻ്റെ ബേസിലാണ് ഈ സാധനം കറങ്ങുന്നത്. ഈ ചിപ്പ് വെച്ചാണ് ഇത് കറങ്ങുന്നത്. ഇവിടെ LED ഉണ്ട്, ഇവിടെ ഒരു സെൻസറുണ്ട്. ഇതിങ്ങനെ പൊക്കിയാൽ കണ്ട ചുമ്മാ ഇങ്ങനെ അഴിച്ചെടുക്കാം. ഇതാണ് ഫ്ലോപ്പി ഡിസ്കിൻ്റെ റീഡർ. ഇത് മാഗ്നറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ റീഡ് ചെയ്യുന്ന റീഡറാണ്. ഓക്കെ, അപ്പോൾ അത് കിട്ടി. രണ്ട് സ്പ്രിങ് കളയണ്ട, ഇരുന്നോട്ടെ. 2-3 സ്പ്രിങ്, കുറച്ച് സ്ക്രൂ, അതും നമ്മുടെ സ്ക്രൂകളുടെ കളക്ഷൻ അതോട്ട് വിട്ടേക്കാം. ഓക്കെ, ബാക്കി ഇത് ആക്രി ഇങ്ങനെയാണ് ആക്രി പെറുക്കിക്കൊണ്ട് വന്ന് വീണ്ടും ആക്രി ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു DVD പ്ലെയർ അഴിക്കാം അല്ലേ. എന്നാൽ പിന്നെ DVD പ്ലെയർ ആയിക്കോട്ടെ. ഈ DVD പ്ലെയർ നമ്മൾ നോക്കിയാൽ ഇതിൻ്റെ ഇവിടെ ആയിട്ടൊരു ചെറിയ ഹോളുണ്ട്, കണ്ടോ. ഈ ഹോളെന്ന് പറയുന്നത് ഈ കറണ്ടൊക്കെ പോവും, ഇങ്ങനെ DVD പ്ലെയർ നമുക്ക് തുറക്കാൻ മേലാണ്ടായി പോകുമ്പോഴത്തേക്കും ഈ ഹോളിനകത്തോട്ട് നമുക്ക് എന്തെങ്കിലും ഇട്ടെന്ന് തള്ളി വിട്ടാൽ അത് തുറക്കും. അപ്പോൾ തുറന്നെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സാധനം ഇതിൽ ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ കോപ്പർ വയർ ഞാനതിട്ടിട്ട് ഇങ്ങനെ തള്ളിയിട്ടു. അയ്യോ ഹോല് അങ്ങനെ തള്ളിയാൽ കണ്ട ഇങ്ങനെ നമുക്ക് തുറന്നെടുക്കാം. അപ്പോൾ കറണ്ടൊക്കെ പോയാൽ നമുക്ക് CD തുറന്നെടുക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. ഇതിനകത്ത് ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ തുറക്കില്ല. അപ്പോൾ വീണ്ടും തുറക്കാനായിട്ട് നോട്ട് ഉണ്ടാ ഇങ്ങനെ കുത്തി വിട്ടാൽ തുറക്കും. ഓക്കെ, പിന്നെ സൈഡ് ഭാഗമൊക്കെ പൊട്ടിയിരിക്കുകയാണ്. കേട്ടോ, അയ്യോ കുറച്ചധികം പഴകിപ്പോയ സാധനങ്ങളാണ്. എനിക്ക് പ്ലാസ്റ്റിക് ചുമ്മാ പൊടിഞ്ഞാണ് പോകുന്നത്, അതുപോലെ പഴകിയിട്ടേ. അപ്പോൾ നമുക്കിതൊക്കെ മാറ്റി വെക്കാം. പൊട്ടിയ പ്ലാസ്റ്റിക്. ഇതാണ് നമ്മുടെ DVD പ്ലെയറിനകത്തെ അതിൻ്റെ ലേസറും റീഡറും സാധനങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ റീഡർ വരുന്നത്. ഈ ഒരു ലെൻസിന് അടിയിൽ ഒരു ലേസറാണ് കേട്ടോ വരുന്നത്. ഓ, കറണ്ട് പോയി, വെയിറ്റ് എ മിനിറ്റ്. അപ്പോൾ നമ്മുടെ DVD പ്ലെയറിനകത്ത് ഇത് ലേസറാണ് ഇതിനടി വരുന്നത്. ഇതിങ്ങനെ ഓടി നടക്കുന്ന നല്ലൊരു 2 ഷാഫ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് 2 ഈ ലേസറിൻ്റെ ഹെഡ് ഇങ്ങനെ ഓടി നടക്കാൻ 2 ഷാഫ്റ്റ് ഉണ്ട്. ഇവിടെ ഒരു മോട്ടറുണ്ട്, ഒരു BLDC മോട്ടറാണ്, അതായത് മറ്റേ ബ്രഷ്ലെസ് DC മോട്ടർ. ഇത് കറക്കണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ മോട്ടോർ കൺട്രോളല്ലാണ്ട് ഇത് കറക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതുപോലുള്ള സാധനത്ത് കിട്ടുന്ന മുഴുവൻ ഇങ്ങനത്തെ മോട്ടറാണ് കേട്ടോ. അപ്പോൾ ഇതും നമ്മൾ നേരത്തെ ഇതിനകത്ത് എടുത്ത പോലെ തന്നെ ഒരു സ്റ്റെപ്പർ മോട്ടറാണ് ഈ ഇരിക്കുന്നത്. ഈ ചെറുത് കണ്ടാ സെയിം ടൈപ്പ് ഒരു സ്റ്റെപ്പർ മോട്ടർ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത്രയുള്ള വലിയ മോട്ടർ ഇതിനകത്ത് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇവിടെ ഒരു മോട്ടറുണ്ട്,
ഇത് സാധാരണ DC മോട്ടറാട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ഒരെണ്ണമുണ്ട് നമുക്ക് പൊളിക്കാനായിട്ട്. ഇത് ഒരു CD പ്ലെയറാണ്. അപ്പോൾ ഈ CD പ്ലെയറിനുണ്ട് ഇവിടെ ഒരു കുഞ്ഞു ഓട്ട, കണ്ടില്ലേ? അപ്പോൾ ഈ ഓട്ടയ്ക്കകത്തോട്ട് നമ്മൾ എന്തെങ്കിലും ഇട്ട് ഇങ്ങനെ തള്ളി വിട്ടാൽ ഇത് തുറന്നു വരും. പിന്നെ തുറന്നു വരുന്ന സാധനങ്ങളൊക്കെ അടിച്ചു പോയി തോന്നുന്നു. ഇനിയിപ്പോൾ ഇങ്ങനെ തുറന്ന് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഫ്രണ്ട് ഭാഗം നമുക്ക് കൊണ്ട് അഴിച്ചെടുക്കാം. ഇവിടെ ഒരു ലോക്കുണ്ട്, 1, 2, 3, അടിയിലൊരു 4 ലോക്കുണ്ട്. ഈ 4 ലോക്കിങ് അഴിച്ചാൽ വേണ്ട ഇങ്ങ് പോരും. ഇതും പോന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നമ്മുടെ CD പ്ലെയറിൻ്റെ ഹെഡ് കേട്ടോ. ഓക്കെ, കുറച്ച് റബ്ബർ, കുറച്ച് ബുഷ്, കുറച്ച് കരട് പോലത്തെ കുഞ്ഞ് സ്ക്രൂവ്, അത് ഇത് കുടച്ചക്രം, മാതിരി എന്തൊക്കെ കമ്പോണൻസ് ആണ് അല്ലേ. എന്തോ എന്തോരാണെന്ന് തീരുന്നില്ലല്ലോ. അതായത് ഒരു കുഞ്ഞ് സ്ക്രൂ കൂടെ ഇത് പഠിച്ചേക്കാം. ഓക്കെ, അപ്പോൾ അതും ഇതെല്ലാം പോയി കഴിഞ്ഞിട്ട് ബാക്കി ഇത്രയും സാധനങ്ങളാണ് ഞാനിവിടെ കളക്ട് ചെയ്തേക്കുന്നത്. ഈ ഒരു ഫ്ലോപ്പി ഡിസ്ക് പ്ലെയറിനകത്തുനിന്നും ഒരു CD പ്ലെയറിനകത്തുനിന്നും ഒരു DVD റൈറ്റർ പ്ലെയറിനകത്തുനിന്നും കൂടെ ഇത്രയാണ് നമ്മൾ കളക്ട് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് അധികം ബ്രഷ്ലെസ് മോട്ടർ കിട്ടിയിട്ടുണ്ട്. ഇത് 1, ഇത് 2, ഇത് 3, അതുപോലെ ഇതിനകത്ത് ഇവിടെ ഒരെണ്ണം 4 BLDC മോട്ടർ നമുക്ക് കിട്ടി. അതുപോലെ ഈ റീഡർ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. വലിയ കാര്യമൊന്നും ഉണ്ടായില്ല റീഡർ കൊണ്ട്. സാധാരണ മോട്ടർ നമുക്ക് 1, 2, അതുപോലെ ഇതിനടിയിൽ ഒരെണ്ണമുണ്ട് 3 സാധാ DC മോട്ടർ നമുക്ക് കിട്ടി. കുറേ സ്ക്രൂ കിട്ടി, കുറച്ച് സ്പ്രിങ് കിട്ടി, ഒരു വലിയ BLDC മോട്ടർ കിട്ടി, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ 2 ലേസറുണ്ട്. ഈ DVD പ്ലെയറിനകത്ത് 2 ലേസറും CD പ്ലെയറിനകത്ത് 1 ലേസറാണുള്ളത്. ഒരെണ്ണം റെഡും പിന്നെ ഒരെണ്ണം കളറില്ലാത്ത ഒരെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. ഒരു ലേസർ കൊണ്ട് കളിക്കുന്ന കുറച്ച് സൂക്ഷിച്ച് വേണം, അത്ര സേഫ് ആയിട്ടുള്ള സാധനമല്ല. എന്തായാലും മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഈ ലേസർ എങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഒരു ബേണിംഗ് ലേസർ ഉണ്ടാക്കാൻ പറ്റുന്നതൊക്കെ വേറൊരു വീഡിയോയിലൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മളത് ഡിസസംബിൾ ചെയ്തപ്പോൾ കിട്ടിയത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ഇലക്ട്രോണിക്സിൻ്റെ സാധനങ്ങൾ ഇങ്ങനെ അഴിച്ച് തുറന്നെടുക്കുമ്പോഴും ഇതിനകത്ത് ഇങ്ങനെ പല പല സാധനങ്ങളായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇതുപോലെ മോട്ടർ സാധനങ്ങളൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്താൽ ഒരുപാട് എൻ്റെ ഇപ്പോൾ ഒരുപാട് മോട്ടർ സാധനങ്ങളൊക്കെ ഉണ്ട്. എന്തിനാണ് കളക്ട് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും വലിയ പിടിയൊന്നുമില്ല, നല്ല രസമല്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യം എന്തെങ്കിലും പ്രൊജക്റ്റൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ, ഇതുപോലെ ഇലക്ട്രോണിക്സിൻ്റെ പ്രൊജക്റ്റൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഒരുപാട് ഉപയോഗമുള്ള ഒരു സംഗതിയാണ് കേട്ടോ അത്. അതൊരു മാഗ്നറ്റ് ഉണ്ട് അതിൽ, ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ ജസ്റ്റ് ഇത് മാഗ്നറ്റാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇതുപോലുള്ള ഐറ്റംസിനകത്തു നിന്ന് കിട്ടും. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയൊക്കെ ചെയ്ത് ഇതിനകത്തെ സാധനങ്ങളെല്ലാം അഴിച്ച് പുറത്തെടുത്ത് എല്ലാം റെഡിയാക്കി വെച്ചു. എന്നാൽ പിന്നെ ഇതും കൂടെ അഴിച്ചിട്ട് ഇതിനകത്തെ ലേസറും അതുപോലെ തന്നെ ഇതിനകത്ത് 2 മാഗ്നറ്റൊക്കെ ഉണ്ട്. നിയോഡീമിയം മാഗ്നറ്റ് 2 N95, 92 എന്തായാലും 2 നിയോഡീമിയം മാഗ്നറ്റൊക്കെ ഉണ്ട്. ഓക്കെ, നല്ല പവറുള്ള ചെറിയ മാഗ്നറ്റാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഈ ഹെഡും കൂടെ അഴിച്ച് പുറത്തെടുത്ത് ഇതിനകത്തുനിന്ന് മാഗ്നറ്റൊക്കെ ഒന്ന് തുറന്ന് നമുക്ക് പുറത്തേ അടിക്കാം അല്ലേ. ഓക്കെ, നമുക്ക് ഈ ഹെഡ് മാത്രം കിട്ടിയാൽ മതി കേട്ടോ. ഈ ഹെഡ് അഴിച്ചിട്ട് ഇതിനകത്ത് എന്താണ് ഉള്ളതെന്നാണ് നോക്കാൻ പോകുന്നത്. ഇതിനകത്ത് കുറേ എന്താ ഉള്ളതെന്ന് എനിക്കറിയാം, നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഈ മാഗ്നറ്റ് നമുക്ക് കണ്ടില്ലേ, ചുമ്മാ ഇങ്ങ് ഊരിപ്പോരും. ഒരെണ്ണമുണ്ട് ഇവിടെ, 2. അപ്പോൾ സെയിം സൈസുള്ള 2 നിയോഡിമിയം മാഗ്നറ്റ്. ഇങ്ങനെ കണ്ട, നല്ല സൂപ്പർ പവറുള്ള മാഗ്നറ്റാണ്. അപ്പോൾ സ്ക്രൂ ഡ്രൈവർ ഇട്ട് കുത്തി അതിനകത്തെ സാധനങ്ങളൊന്നും ഒടിച്ച് കളയാണ്ട് മര്യാദയ്ക്ക് വേണം അത് പുറത്തെടുക്കാനായിട്ട്. കാരണം ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ തിരിച്ചു പോയി. അപ്പോൾ ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ പോയി. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിനുള്ളിലെ ലേസർ. കണ്ടല്ലേ, ലേസറിന് 3 പിന്നാണുള്ളത്.
ഇതിൽ ലെൻസും കാര്യങ്ങളൊന്നുമില്ല. മേ ബി നമുക്ക് ഈ ലെൻസ് കൊടുത്ത് ഇതിൻ്റെ മണ്ടയ്ക്ക് വെച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും ഗുണമുണ്ടാവില്ലേ. ചിലപ്പോൾ ഇങ്ങനെ വരയ്ക്കുമായിരിക്കും എൻ്റെ മേളിൽ വെച്ചാൽ. വാട്ടവർ ഇതൊരു ലെൻസ് ഉണ്ട്. എന്തായാലും ഈ ലെൻസ് വേണമെങ്കിൽ ഊരി ഇതിൻ്റെ മണ്ടയ്ക്ക് വെക്കാം. ഓക്കെ. ആ ഒരു ഹെഡിനകത്ത് നമുക്ക് ഇത്രയും സ്ക്രൂ കിട്ടി, ഒരു കുഞ്ഞ് സ്പ്രിങ് കിട്ടി, 2 മെറ്റലിൻ്റെ 3 mm ഷാഫ്റ്റ് കിട്ടി, 2 മാഗ്നറ്റ് കിട്ടി, ഒരു ലേസർ കിട്ടി, ഒരു ലെൻസ് കിട്ടി, ഒരു വേറെന്തോ ഒരു ചില്ലിൻ്റെ കഷ്ണം കിട്ടി. മേ ബി ലേസറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ടൊക്കെ പറ്റുമായിരിക്കും. വേറൊരു ചില്ലിൻ്റെ കഷ്ണം കിട്ടി. ഇതാ വേണ്ട, ഇത് വേണ്ട, ഇത് പോട്ടെ, അത് പോട്ടെ. നമുക്ക് ഈ ലേസറും ഈ 2 ലെൻസ് പോലത്തെ ഈ സാധനം അത്ര മതി നമുക്ക്. ബാക്കി ഇത്രയും സാധനങ്ങൾ വീണ്ടും ആക്രിക്ക് പോകുന്നു. ഇതൊക്കെ ഇനി എന്നാ ചെയ്യുന്ന, ഇതൊക്കെ കളക്ട് ചെയ്ത് വെക്കാൻ സ്ഥലമില്ല എന്നതിനെ എന്നാ ചെയ്യാനാണ് അവസ്ഥ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ഥിരം പല്ലവി തന്നെ ഇത് തന്നെ ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും, സഹിച്ചേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പിന്നെയും കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട്, ഇതുപോലെ ഭ്രാന്തുള്ള ആൾക്കാർക്ക് കൂട്ടുകാരായിട്ട് ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുത്തേക്കുക, കണ്ട് മരിക്കട്ടെ എന്ന്. ഓക്കെ, പിന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും മിക്കവാറും. വേറെ ആക്രിക്കടയിലൊക്കെ പോയി ഒരു CD പ്ലെയറും സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഇതൊക്കെ അഴിച്ചിരുന്നത് ലേസറൊക്കെ എടുക്കണമെന്ന് പറഞ്ഞാൽ അവസാനം വലിയ തൊല്ലയാണ്. ഈ ആക്രി എല്ലാം കൂടി ഇനി വീണ്ടും ഞാൻ ആക്രിക്കടയിൽ കൊണ്ട് കൊടുക്കണ്ടേ? ഇനി ആരെങ്കിലും വരുവാണെങ്കിൽ കൊടുത്തുവിടാം. വീണ്ടും പറഞ്ഞ് അങ്ങ് പോകുന്നു. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ വേറൊരു സാധനമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.